ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പണം വരാനുള്ള വഴികൾ അഫർമേഷൻസ്. അഫർ എന്ന് പറഞ്ഞാൽ AFFRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞകള് എന്ന് പറയും. നമ്മൾ സാധാരണയായിട്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ വക്കീല് മന്ത്രിയാവുന്നവരൊക്കെ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കാറുണ്ട്, ഏറ്റു ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നമുക്കും പണം വരാൻ ചില അഫർമേഷൻസ് ഉണ്ട്. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞകള് നമ്മൾ ഏറ്റു പറയുന്നത് കൊണ്ടും ഏറ്റു ചൊല്ലുന്നത് കൊണ്ടും സ്ഥിരമായിട്ട് നമ്മൾ ഈ അഫർമേഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ടും നമ്മളിലേക്ക് പണം വരും. കാരണം പണത്തെക്കുറിച്ച് പലർക്കും തെറ്റായ ധാരണകളും തെറ്റായ ചിന്തകളുമുണ്ട്. പണം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന സാധനമല്ല. പണം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. പണം ഉണ്ടാക്കുന്നതിനൊക്കെ ചില വഴികളുണ്ട്. പണം ഉണ്ടാക്കുന്നവരൊക്കെ മോശമാണ്. പല ചീത്ത മാർഗങ്ങളിൽ കൂടിയാണ് പലരും പണം ഉണ്ടാക്കുന്നത്. സമ്പന്നരാരും നല്ലവരല്ല. സമ്പന്നവർ പണം ഉണ്ടാക്കിയിരിക്കുന്നവരൊക്കെ പല ദുഷ്ടമാർഗങ്ങളിൽ കൂടെയാണ്. പണം ചീത്തയാണ്. ഇങ്ങനെ പല നെഗറ്റീവ് ചിന്തകളുമാണ് നമ്മുടെ എല്ലാം ഉള്ളിലുള്ളത്. നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളുമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് പണം വരാനും പണം നമ്മളിലേക്ക് ഇഷ്ടപ്പെട്ട് വന്ന് കയറാനും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളുടെ ഒരു കൂട്ടുകാരൻ, പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ നമ്മൾ ആ സന്തോഷത്തോടെ വളരെ തൃപ്തിയോടെയും പരിപൂർണ തൃപ്തിയോടെയും വിളിച്ച് നമ്മളിലേക്ക് വരുത്തുമ്പോൾ അയാൾ വളരെ സന്തോഷത്തോടെ നമ്മളിലേക്ക് വരും. നമ്മൾ നെഗറ്റീവ് മൈൻഡ് കൊണ്ട്, ചീത്ത വിചാരങ്ങൾ കൊണ്ട് ഒരു ഫ്രണ്ട്സിനെ, ഒരു കൂട്ടുകാരനെ നമ്മൾ വിളിക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ ഫ്രണ്ട് ചീത്തയാണ്, അയാളെ വിളിക്കേണ്ട, അയാളുമായിട്ട് ഒരു ബന്ധവും വേണ്ട, അവൻ ചീത്തയാണ്. ഇങ്ങനെ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രണ്ട് നമ്മളിലേക്ക് ഒരിക്കലും വരാൻ തൃപ്തിപ്പെടില്ല, നമ്മളിലേക്ക് വരികയില്ല, നമ്മൾ അയാളെ വിളിക്കുകയില്ല. അതുപോലെ തന്നെയാണ് പണം എന്നത് നമ്മളുടെ ഒരു സുഹൃത്താണ്. പണം എന്ന ഏറ്റവും അടുത്ത സുഹൃത്തിനെ നമ്മുടെ സുഹൃത്താക്കുക. പണത്തെ, ആ സുഹൃത്തിനെ നമ്മളിലേക്ക് വരാൻ നമ്മൾ അഫർമേഷൻസ് ചെയ്യുന്നു, പ്രതിജ്ഞകൾ ചെയ്യുന്നു, വാചകങ്ങൾ ചെയ്ത് എല്ലാ ദിവസവും നമ്മളിലേക്ക് വിളിക്കുന്നു. പണം ചീത്തയാണ് എന്ന ഇത് മാറ്റുക. പണം നല്ലതാണ്. ഞാൻ ഈ പറയുന്ന അഫർമേഷൻസ് ഒരു 21 ദിവസം തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും നിരന്തരം നിങ്ങൾ ആവർത്തിച്ച് പറയുകയും അതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെയോടൊപ്പം തന്നെ കൂടെ കൊണ്ടു നടക്കാൻ പഠിക്കുകയും ചെയ്താൽ നമുക്ക് പല മാർഗങ്ങളിൽ നിന്നും, പല തരത്തിൽ നിന്നും, എങ്ങനെയെന്ന് ചോദിച്ചാൽ വെറുതെ ആരും പണം കൊണ്ടു തരില്ല. നമ്മൾ ജോലി ചെയ്തിട്ടും പല ബിസിനസ് ചെയ്തിട്ടും പണം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പറയുന്ന അഫർമേഷൻസ് വാചകങ്ങൾ നമ്മൾ സ്ഥിരം പ്രയത്നിച്ച് നമ്മൾ ദിവസത്തിൽ 1-2 തവണ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും കൂടെ കൊണ്ടു നടന്ന് ഈ വാചകങ്ങൾ നമ്മൾ ആവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് തീർച്ചയായിട്ടും 21 ദിവസം ചെയ്യാം. 21 മേലെ എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം. നിരന്തരമായിട്ടും ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്ക് നിരന്തരമായിട്ട് ഇതുകൊണ്ട് നമ്മളിലേക്ക് പണം വരും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ അഫർമേഷൻസ്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ചിന്തകള്, ആഗ്രഹങ്ങൾ, ഇതെല്ലാം പണം, വീട്, കാറ്, നമ്മളുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം സാധിക്കാൻ നമുക്ക് പണം വേണം. ഈ ആഗ്രഹങ്ങളെയൊക്കെ സാധിക്കാൻ പണം എന്ന് പറയുന്ന വെൽത്ത്, സമ്പത്ത് എന്ന് പറയുന്നതിനെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു അഫർമേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. പണം തെറ്റാണ്, പണം ആപത്താണ്, പണം ചീത്തയാണ് എന്നുള്ള തെറ്റായ ചിന്തകളെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് മനസ്സിനെ എല്ലാ തരത്തിലും പോസിറ്റീവായും സന്തോഷമാക്കിയും വെച്ചുകൊണ്ട് നമ്മൾ ഇന്നിവിടെ പറയുന്ന അഫർമേഷൻസ് നിരന്തരം നിങ്ങൾ ആവർത്തിച്ച് പറയുക. ദിവസത്തിൽ 3 പ്രാവശ്യമെങ്കിലും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ഇനി ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ രാവിലെയും രാത്രി ഉറങ്ങുന്ന സമയത്തും, ഉണരുന്നതും ഉറങ്ങുന്നതും ഇത് കൂടെ കൊണ്ട് നടന്നിട്ടാവണം എന്ന് വേണം, നിർബന്ധമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സമ്പത്ത് നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടും. ഇത് ഒന്നാമത്തെ അഫർമേഷൻസ് ഞാൻ പറയാം. ഒന്നാമത്തെ അഫർമേഷൻ 1, ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു. രണ്ടാമത്തെ അഫർമേഷൻസ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നു. മൂന്നാമത്തെ അഫർമേഷൻസ്, പണം നന്മയാണ്. പണം നന്മയാണ്. പണം നന്മയാണ്. നാലാമത്തെ അഫർമേഷൻസ്, പണം എന്നെ സ്നേഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഇത് 3 പ്രാവശ്യം പറയാം. പണം എന്നെ സ്നേഹിക്കുന്നു. അടുത്ത അഫർമേഷൻ, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. അടുത്തത്,
ദിവസം തോറും പണം എന്നിലേക്ക് പല വഴികളിലൂടെ ഒഴുകുന്നു. ദിവസവും പണം പല വഴികളിലൂടെ എന്നിലേക്ക് ഒഴുകുന്നു. ദിവസവും പണം പല വഴികളിലൂടെ എന്നിലേക്ക് ഒഴുകുന്നു. ചിലപ്പോൾ ചിലവർ പല ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, പല മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കുന്നവരുണ്ടാവാം. ദിവസവും പണം പല വഴികളിലൂടെ എന്നിലേക്ക് ഒഴുകുന്നു. അടുത്ത അഫർമേഷനാണ് പണം എൻ്റെ വേലക്കാരനാണ്. പണം എൻ്റെ വേലക്കാരനാണ്. പണം എൻ്റെ വേലക്കാരനാണ്. അടുത്തത് പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു. അടുത്തത് പണം പ്രയാസമില്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. പണം പ്രയാസമില്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. പണം പ്രയാസമില്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അടുത്തത് എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാങ്ക് ബാലൻസ് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പണം പ്രയാസമില്ലാതെ ഉണ്ടാക്കാൻ സാധിക്കുന്നെന്ന് പറയാൻ കാരണം പലരും പണിയെടുത്തിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും പണം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരുപാട് പണം ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെടാതെയല്ല, ആ ചെയ്യുന്ന വർക്കിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് പണം കിട്ടണമെങ്കിൽ എന്താണ്, പണം പ്രയാസമില്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ അഫർമേഷൻസ് നിങ്ങൾ നിരന്തരം രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ആവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലെ പണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പണത്തെക്കുറിച്ചുള്ള തീവ്രമായ ആഗ്രഹങ്ങളും നിങ്ങൾ കാണുക. ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം വെറുതെ കിട്ടില്ല പണം. ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അഫർമേഷൻസ് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. ചെയ്യുന്ന ജോലികൾ അത്യാവശ്യം നല്ല സന്തോഷത്തോടെയും സ്മാർട്ട് വർക്കും ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ്, നിങ്ങളിലേക്ക് പണം വരാനുള്ള തടസ്സങ്ങളെല്ലാം മാറി വെൽത്ത് നിങ്ങളിലേക്ക് വന്ന് എത്താൻ തുടങ്ങും. ഇത് സമ്പത്തിന്റെ ഒരു അടിസ്ഥാന ആശയം തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ആരും കളിയാക്കാനോ മറ്റുള്ള രീതിയിലോ അല്ല. തീർച്ചയായിട്ടും സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതിനുള്ള അഫർമേഷൻസ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അത് നിരന്തരം നിങ്ങൾ ആവർത്തിക്കുക.